31ാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് കുട്ടിപ്പന്തലിൽ ക്രമമായി നടത്തി വരുന്ന കുഞ്ഞുങ്ങളുടെ യോഗം ഇവിടെ സമാരംഭിക്കുകയാണ്. വന്നു ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ സ്ക്രിപ്ചർ യൂണിയൻ NCSSM ടീമാണ് ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ട്രാവലിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ സുന്ദരമായ ഈ പ്രഭാതത്തിന്റെ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഈ പ്രഭാതത്തിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടി നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഒരുക്കുന്ന നിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. 131ാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ യോഗം ഇന്ന് ആരംഭിക്കുകയാണല്ലോ കർത്താവേ. ദൈവദാനമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, നിന്റെ കൃപയെ വളരുവാനായിട്ട് നിന്നോടൊപ്പമായിരിക്കാൻ നീ അവിടുന്ന് ഒരുക്കുന്ന മുഖാന്തരത്തിനായിട്ട് സ്തോത്രം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ഒരു വലിയ ശുശ്രൂഷ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരുവാൻ സർവശക്തനായ ദൈവമേ, നീ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന സ്ക്രിപ്ചർ യൂണിയൻ NCSSM ടീമിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുജിസാം മാമനച്ചിനെയും ടീം അംഗങ്ങളെയും ഇന്ന് ഗസ്റ്റായിരിക്കുന്ന പ്രിയപ്പെട്ട സാനയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ധന്യമായ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ തക്കോണം നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് കുട്ടിവരുത്തണമേ, നിന്റെ കൃപയാൽ അവിടെ നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഒന്നും പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറയണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് കൈയൊക്കെ പൊക്കി ഇങ്ങനെ കൈ ഉയർത്തി പറയണം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇന്നത്തെ രാവിലത്തെ മീറ്റിംഗിൽ വന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിച്ചല്ലായിരുന്നു, കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ഒത്തിരി പേരുടെ ബൈബിൾ ഉണ്ട് എന്ന് പറയുന്നില്ല, ചിലരുടെയൊക്കെ കയ്യിൽ ബൈബിൾ ഉണ്ട്. താത്തുവെച്ചേ. അപ്പോൾ ഈ വചനം എന്നേക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള വചനമാണ്. ദൈവത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായിട്ടുള്ള വചനമാണ്. ഈ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞേ, വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഉറക്കെ പറഞ്ഞേ, ട്രാൻസ്ഫോം ചെയ്യുന്നു, അല്ലെ? ആ വചനമാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ആ വചനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില കൂട്ടുകാരുണ്ട്, പാട്ടൊക്കെ കഴിയുമ്പോൾ പിന്നെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. സ്കിറ്റൊക്കെ കഴിയുമ്പോൾ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിടാ, ഇനി നാളെ എന്നും പറഞ്ഞ് ഇരിക്കും. അങ്ങനെയല്ല, ആദ്യ അവസാനം ക്രമമായിട്ട് അറ്റൻഡ് ചെയ്യണം. കറക്റ്റ് ബോയ്സിന് പകുതി സ്ഥലം, ഗേൾസിന് പകുതി സ്ഥലം. വരുന്നവര് ഫ്രണ്ടിലോട്ട് അടുത്തടുത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള ഇരിക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഈ മനോരമയും അതുപോലൊക്കെയുള്ള സംവിധാനം അവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഡസ്റ്റ്ബിന്നകത്ത് കൊണ്ടിടുകയും ചെയ്യണം. പേരൻസ് ഒക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സൈഡിലായിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. അകത്തോട്ട് കയറി കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടതായിട്ടുള്ള ഭാഗത്ത് ഇരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല മനോഹരമായിട്ടുള്ളൊരു പാഠപുസ്തകമുണ്ട്. ചിലര് ഓൾറെഡി പാഠപുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞു. വാങ്ങിച്ചവരൊക്കെ ഒന്ന് കാണിച്ചേ, പാഠപുസ്തകം ഒന്ന് കാണിച്ചേ. നല്ല മനോഹരമായിട്ടുള്ള സോങ് ബുക്ക്. അതിന് 20 rupees മാത്രമേ വിലയുള്ളൂ. ഇന്ന് വാങ്ങിക്കാത്തൊരു നാളെ വാങ്ങിക്കണം. 10 + 10 20, അല്ലേ? അപ്പോൾ 20 rupees മാത്രമേ വിലയുള്ളൂ. അപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പാട്ടുകൾ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയിക്കുന്നതായിട്ടുള്ള പാട്ടുകളാണ്. ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി വേണം ഇരിക്കാൻ. ഇപ്പൊ തന്നെ ഞാൻ ചിലരുടെ മുഖമൊക്കെ നോക്കിയിട്ട് ഒരുമാതിരി കടന്തലും ഉദ്യ പോലെ ഇരിക്കുന്നു. സന്തോഷമായി എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ, നന്നായിട്ടും ചിരിച്ചേ, ഭംഗിയായിട്ടും ചിരിച്ചേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് നല്ല പാട്ടുകളും നല്ല കഥകളും ഒക്കെ പഠിച്ച്
ഈ വർഷത്തെ കുട്ടികളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകണം. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ തീരണം. ഓക്കെ, ഇപ്പൊ നമുക്ക് പാട്ട് പഠിച്ചു തുടങ്ങാം. പാട്ട് പുസ്തകം എല്ലാവർക്കും സ്വന്തമായിട്ട് അവൈലബിൾ ആണ്. 20 രൂപ കൊടുത്ത് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ തീമിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ദിനേശങ്ങൾ നമ്മളോട് വ്യക്തമായിട്ട് പറയും. അപ്പോൾ ആ തീമിനെ അടിസ്ഥാനമാക്കിയ ഒരു നല്ല തീം സോങ് നമുക്ക് ആദ്യം പഠിക്കണം. തീം സോങ് എവിടെ? പാട്ട് പുസ്തകത്തിൽ എവിടെ ആയിരിക്കും? EBSന്റെ ഒക്കെ തീം സോങ് എവിടെ വരുന്നത്? ആദ്യത്തെ പേജിൽ ഓപ്പൺ ചെയ്ത് നോക്കി തീം സോങ് എന്ന് പറഞ്ഞ ഹെഡിങ് ഒക്കെ കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ തീം സോങ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവരും തീം സോങ് പഠിക്കാനായിട്ട് ഒരുങ്ങാം. സ്ക്രീനിലും കാണാം, ഈ പാഠപുസ്തകത്തിൽ നോക്കാം. ഇനി ആ പാഠപുസ്തകത്തിൽ നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കണ്ണിന് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ എവിടെ കാണാം? സ്ക്രീനിൽ കാണാം. ഓക്കെ, പാഠപുസ്തകം നോക്കാം. നടന്നിടാൻ വന്നിടും കൈകൾ കോർത്ത് പോയിടാം കർത്തനെ പിടിച്ചിടാം വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ കൈകൾ കോർത്ത് പോയിടാം കർത്തനെ പിടിച്ചിടാം വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. വചനമെന്ന ബലമേറും പാൽകുടിച്ചിടും പ്രാർത്ഥനയിൽ നാൾത്തോറും ജാഗരിച്ചിടും വചനമെന്ന ബലമേറും പാൽകുടിച്ചിടും പ്രാർത്ഥനയിൽ നാൾത്തോറും ജാഗരിച്ചിടും പുഷ്ടിയുള്ളവരായിടാം ശ്രേഷ്ഠരായി തീർന്നിടാം ബിരുദ പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം പുഷ്ടിയുള്ളവരായിടാം ശ്രേഷ്ഠരായി തീർന്നിടാം ബിരുദ പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം വരിക കൂട്ടരെ ക്രിസ്തുവിൽ വഴി നടന്നിടാൻ വന്നിടും കൈകൾ കോർത്തു പോയിടാം കർത്തനെ ചെന്നിടാം വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ കൈകൾ കോർത്തു പോയിടാം കർത്തനെ ചെന്നിടാം വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം നോക്കിടാതെ ഓടിടാം പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. കിട്ടിയാ? പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇതുകൂടെ കൂട്ടി ആദ്യമായിട്ടാണ് ഈ പാട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങളാണ് ഈ പാട്ട് ആദ്യം പഠിക്കുന്നത്. ഒന്ന് കൈയടിച്ച് ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് കൈയടിക്കണ്ടേ? അപ്പം നമുക്ക് ആ കോറസ് ഒന്ന് പാടാം. പിന്തുടർന്നിടാം പിന്തുടർന്നിടാം പിൻഗമിച്ചിടാം പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. പഠിക്കേ വേദോത്സവത്തിൽ പിന്നിലേക്ക് നോക്കി ഒരു ഉപ്പുതൂണായ ഒരാളെ പറ്റി പറയുന്നുണ്ട്. ആരെ പറ്റിയാ? ലോത്തിന്റെ ഭാര്യ. അറിയല്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പാടാം. 1 2 3 6 പിന്തുടർന്നിടാം വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ പഠിക്കേ കർത്തൻ വഴിയിൽ നടന്നിടാൻ വന്നിടും കൈകൾ കോർത്ത് പോയിടാം കർത്തനെ പിൻചെന്നിടാം. പഠിക്കേ കൈകൾ കോർത്ത് വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ വചനമെന്ന ബലമേറും പണം കുടിച്ചിടും. പഠിക്കേ
പ്രാർത്ഥനയിൽ നാൾ തോറും ജാഗരിച്ചിടിൻ. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം. ബിരുദ പ്രാപിച്ചെങ്ങും നാം തിളങ്ങിടാം. ഓക്കെ, അപ്പൊ നമുക്കിനി മ്യൂസിക്കിന്റെ സഹായത്തോടുകൂടി കൈയൊക്കെ അടിച്ച് നല്ല നല്ല മോളിയൊക്കെ വെച്ച് എന്താ നല്ല സൗണ്ടിൽ പാടാം. ആർ യു റെഡി? അയ്യോ, ഒരു സുഖമില്ലല്ലേ. 2006 കുട്ടിപ്പന്തലിലെ ആദ്യത്തെ പാട്ടാണ്. 2006 2026 ഇപ്പോഴും 2006 രണ്ട് ഞങ്ങൾ കുറച്ച് 2020 കൂടുന്തോറേ. അപ്പൊ ഈ 2026 ആദ്യത്തെ പാട്ട് ഏറ്റവും സൂപ്പർ ആക്കേണ്ടത് ആരാണ്? ആരാണ്? നോക്കി പേടിപ്പിക്കുന്നത് ആരാണ്? ബോയ്സ് ആണോ ഗേൾസ് ആണോ? രണ്ടുപേരും നമ്മളാണ്. അപ്പൊ ഒരുമിച്ച് ക്ലാപ്പ് ഒക്കെ ചെയ്ത് അല്പസമയത്തിനുള്ളിൽ മടിയിലോട്ട് വെച്ചോ. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു പേരൊക്കെ വരും. അതനുസരിച്ച് പോയിന്റുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. കൈയൊക്കെ അടിച്ച് നല്ല സ്മൈലിംഗ് ഫേസോട് കൂടി ചേർന്ന് വേണം. വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ വഴി നടന്നിടാൻ വന്നിടും. കൈകൾ കോർത്തു പോയിടാം, കർത്തനെ പിച്ചെന്നിടാം. വന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. കൈകൾ കോർത്തു പോയിടാം, കർത്തനെ പിച്ചെന്നിടാം. വന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം. പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. അവിടെ പോരാ. കയ്യൊന്ന് ഉയർത്തിക്കേ, ഉയർത്തിക്കേ. Hands up. Hands down. വചനമെന്ന ബലമേറും പാൽ കുടിച്ചിടിൻ. പ്രാർത്ഥനയിൽ നാൾ തോറും ജാഗരിച്ചിടിൻ. വചനമെന്ന ബലമേറും പാൽ കുടിച്ചിടിൻ. പ്രാർത്ഥനയിൽ നാൾ തോറും ജാഗരിച്ചിടിൻ. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം. ബിരുദ പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം. ബിരുദ പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. കൂട്ടരെ ക്രിസ്തുവിൽ കർത്തൻ വഴി നടന്നിടാൻ വന്നിടും. കൈകൾ കോർത്തു പോയിടാം, കർത്തനെ പിൻചെന്നിടാം. വളർന്നിടാം, കൈകൾ കോർത്ത്. ഇനിയുള്ള സൗണ്ട് മൊത്തം എടുത്ത് പിന്തുടർന്നിടാം. വെരി ഗുഡ്. പിന്നിലേക്ക് നോക്കിടാതെ ഓടിനാ. അതും വളരെ സന്തോഷമാണ്. നമ്മുടെ അഭിവന്യ സെറാഫിം തിരുമേനി നമ്മോടൊപ്പം ഉണ്ട്. സുവിശേഷ സംഘത്തിന്റെ ട്രാവലിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ജിജി അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. CSSMന്റെയും സ്ക്രിപ്ചർ യൂണിയന്റെയും പ്രത്യേക ക്ഷണിതാക്കളായ അതിഥികൾ നമുക്കുണ്ട്. CSSMന്റെ പ്രവർത്തകരുണ്ട്. നിങ്ങളെല്ലാവരെയും ഇപ്പോൾ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഈ മീറ്റിംഗ് ആദ്യമായിട്ട് ആരംഭിക്കുന്ന ദിനമെന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട അതിഥികളെ സ്വാഗതം ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. നമ്മുടെ ഈ കുട്ടികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് വളരെ കനിവോടെ സംബന്ധിച്ച ബഹുമാനപ്പെട്ട സെറാഫിം തിരുമേനി നമുക്കെല്ലാവർക്കും വളരെ പരിചിതനും പ്രിയപ്പെട്ടവനുമാണ്. മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ നാളുകൾ ശുശ്രൂഷ ചെയ്തു. ഞാൻ തിരുമേനിയെ ആദ്യമായിട്ട് കാണുന്നത് സിഹോറ ആശ്രമത്തോടനുബന്ധിച്ചുള്ളതായ ദേശങ്ങളിലാണ്. ഒരു കൊച്ചു യൗവനക്കാരനായിട്ട് ആ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ കാണാൻ ചെന്നപ്പോൾ അഭിവന്യ തിരുമേനി അന്ന് അവിടെ അച്ഛനായിരുന്നു, സന്യാസിയായ അച്ഛനായിരുന്നു. അച്ഛനാണ് ഞങ്ങളെ അന്ന് അവിടെ ആ ദേശം എല്ലാം കൊണ്ട് നടന്നത്, കാണിച്ചത്. ഈ കാണുന്നതായ നമ്മളുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ അഭിവന്യ തിരുമേനി ആ സ്ഥാപനവും സിഹോറ ആശ്രമവും ഒക്കെ തന്നതായ പ്രേരണകളുടെ പേരിലാണ് ഞങ്ങളൊക്കെ ഇന്ന് അച്ഛന്മാരായി ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നത്.
ഇന്ന് ഈ കുട്ടികളുടെ യോഗത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ഇത് ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യ മാത്യൂസ് മാർ സെറാഫിൻ തിരുമേനിയെ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ CSSMന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ട്രാവലിംഗ് സെക്രട്ടറി ആയിട്ട് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നു. അച്ഛൻ ആദ്യം മുതൽ അവസാനം വരെയും ഈ നിമിഷം വരെയും ഈ മീറ്റിംഗിന്റെ നടത്തിപ്പിന് വേണ്ടി വേണ്ടുന്നതായ എല്ലാ കൈത്താങ്ങലും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രാരംഭ യോഗത്തിലും സംബന്ധിക്കുന്നു. അച്ഛനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ കുട്ടികളുടെ മീറ്റിംഗിൽ നമുക്ക് മുഖ്യ അതിഥിയായിട്ട് സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദിനേശ് സലിയൻ എന്നാണ്. അദ്ദേഹം മുംബൈയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വന്ന കുഞ്ഞുങ്ങൾക്ക് പരിചയം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രിയപ്പെട്ട ദിനേശ് അച്ഛൻ നമുക്ക് നല്ല ക്ലാസ്സുകളും പാട്ടുകളും ഒക്കെ പഠിപ്പിക്കുവാനും ക്രിസ്തുവിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുവാനും CSM ഈ വർഷം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി. ക്ഷണം സ്വീകരിച്ചു. We are so privileged to have Mr. Dinesh Salian amidst us. So we, on behalf of all who have gathered here in this bundle and on behalf of the CSM and the MTEA, we welcome you into our midst and hope that this whole service will be a blessing to each and every one of us. ദിനേശ് സാറിന്റെ ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രിയപ്പെട്ട അനിത കൊച്ചുമ്മയാണ്. കഴിഞ്ഞ വർഷവും കൊച്ചുമ്മ നമുക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുമ്മയുടെയും സാന്നിധ്യം ഏറ്റവും ഹൃദ്യമാണ്. CSMന്റെ പ്രവർത്തകരെ ഓരോരുത്തരെയായിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ അതിനായിട്ട് സമയം എടുക്കുന്നില്ല. എന്നാൽ ഒത്തിരി ആളുകൾ ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അവരെല്ലാവരുടെയും സാന്നിധ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സെറാഫിൻ തിരുമേനി ഇപ്പോൾ ഏതാനും വാക്കുകൾ സംസാരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ അച്ഛന്മാരെ, സ്ക്രിപ്ചർ യൂണിയൻ CSSM പ്രവർത്തകരെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തേശൻ നാമത്തുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ മാരാമൺ കൺവെൻഷന്റെ എത്രാമത്തെ മീറ്റിംഗാണ് നടക്കുന്നത്? എത്രാമത്തെ മാരാമൺ കൺവെൻഷൻ? 131ാമത് മാരാമൺ കൺവെൻഷൻ എന്നാ തുടങ്ങി? ഇന്നലെ ആരംഭിച്ചു. അപ്പോൾ ഇന്ന് കുട്ടികളുടെ മാരാമൺ ഇന്നാണ് പക്ഷെങ്കിൽ ആരംഭിക്കുന്നത്, അല്ലേ? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂടിയൊരു മാരാമൺ യോഗത്തിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ വളരെ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെയാണ് ഈ കുട്ടികളുടെ മാരാമണിന് വേണ്ടി കുട്ടികളെല്ലാം ഇപ്പോഴും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ആ വലിയ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന അനുഭവമായി ഈ കുട്ടികളുടെ മാരാമൺ ഇത് ഈ കുട്ടിപ്പന്തലിലുള്ളതായ പ്രത്യേകം അതിന് നേതൃത്വം നൽകുന്ന സ്ക്രിപ്ചർ യൂണിയൻ CSSM പ്രവർത്തകരെ പ്രത്യേകിച്ച് നമുക്ക് അനുമോദിക്കാം. അവരുടെ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ VBS പ്രോഗ്രാം, ഈ ഒരു കുട്ടികളുടെ മാരാമണിന്റെ ഈ വലിയ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് ചേർന്നുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരാണെന്നാണ് നമ്മളിപ്പോൾ പാടിയത്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പകുതി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ആണോ? പാടിയപ്പോഴും അങ്ങോട്ട് പാടുന്നില്ലായിരുന്നു. ഇന്നലത്തെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു, അല്ലേ? രാവിലെ സ്കൂളിൽ പോകണ്ട എല്ലാവർക്കും? പോകണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എവിടെ പോയാലും ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരായി തീരണം. നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരും മക്കളാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ ഈ മാരാമനോട് ചേർന്നുള്ള നിങ്ങളുടെ മീറ്റിംഗ്, നമ്മുടെ പാട്ടുപഠിത്തം, കഥകൾ കേൾക്കുന്നത് എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുമേനിയോടുള്ള പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിക്കും. പാട്ടുപുസ്തകം ഉണ്ടോ കയ്യിലെല്ലാവരുടെയും? നമുക്ക് അതിലെ ഒരു കുഞ്ഞു പാട്ട് നോക്കാം. ദ സെക്കൻഡ് സോങ്.
I'll follow Jesus every day. ഇത് ഒരു വിശേഷ രീതിയിലാണ് നമ്മളിത് പാടാൻ പോകുന്നത്. ഒരു 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 പ്രത്യേക ശൈലിയാണ്. അതൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ എൻ്റെ പിന്നാലെ ഈ വാക്കുകളൊന്ന് വായിക്കാമോ? I'll follow. ഒരുമിച്ച് വായിക്കാം. 1, 2, 3. I'll follow. അയ്യോ, എൻ്റെ പിന്നാലെയല്ല, എൻ്റെ കൂടെ വായിക്കണം. വാ. 1, 2, 3. I'll follow Jesus every day, step by step along his way. Follow me, I hear him say. I trust his word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. ഒന്നാമത്തെ പാട്ട് എഴുതിയത് പ്രിയപ്പെട്ട ജോമി സാർ തന്നെയായിരുന്നു. വർഗീസ് എബ്രഹാം എന്ന് പറയുന്ന ജോമി സാർ തന്നെയാണ് തീം സോങ് എഴുതിയത്. ഈ പാട്ട് ഞാനും എഴുതിയിരിക്കും. നമുക്കൊന്ന് പാടി നോക്കാം, കേൾക്കാം. ആദ്യം എൻ്റെ കൂടെ പാടരുത്, എന്നാൽ കേട്ടു നോക്കാം. ശരി, അലക്സ ചേച്ചാ, ഞങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. I'll follow Jesus every day, step by step along his way. Follow me, I hear him say. I trust his word, I will obey. Jesus shaped my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. കൈ പിടിക്കാമോ? ഇവിടെ step by step along his way. Follow me, I hear him say. I trust his word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. അപ്പോ ഒന്നുകൂടെ നമുക്കൊന്ന് വരിയായിട്ട് പാടുക. I'll follow Jesus every day. Say, I'll follow. I will follow നല്ല എങ്ങനെ പറയുന്നത്? I'll follow Jesus every day. ഒന്ന് പറഞ്ഞേ. I'll follow Jesus every day, step by step along his way. Follow me, I hear him say. I trust his word, I will obey. ഉല്ലസിച്ച് പഠിക്കാനും അതേസമയം സന്ദേശം ഉള്ളിൽ കയറാനും ഉള്ളൊരു വഴിയാണ്. I'll follow Jesus every day, step by step along his way. Follow me, I hear him say. I trust his word, I will obey. 1, 2, 3, 4. I'll follow Jesus every day, step by step along his way. Follow me, I hear him say. ഒരു കാര്യം പറയാം, ഇത് ഇംഗ്ലീഷിൽ പാടണ്ട. ഇംഗ്ലീഷ് പാടണ്ട. നമ്മൾ എങ്ങനെയാണോ മലയാളത്തിൽ പാടുന്നത് അങ്ങനെ ഇംഗ്ലീഷിൽ പാടും. സീസമിന്റെ ഒരു പ്രത്യേകത. അതെ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നതായിരിക്കും നിങ്ങൾ നമ്മളിങ്ങനെ ഇത് പാടാൻ പോകുന്നത്. സീസമിന്റെ ഒരു പ്രത്യേകത, ഇംഗ്ലീഷിൽ പാട്ടില്ല, ഇങ്ങനത്തെ പാട്ടാണ്. 1, 2, 3, 4. Follow Jesus every day, step by step along his way. Follow me, I hear him say. I trust his word, I will obey. അടുത്ത chorus. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like he wants from me. Okay, പഠിച്ചല്ലോ, അങ്ങനെയായിട്ട് പഠിച്ചല്ലോ. ഇതിനൊരു സമ്മാനം തരും, നന്നായിട്ട് പാടിയാൽ സമ്മാനം തരും. കൊടുക്കുക, അടുത്ത പ്രാവശ്യം കൊടുക്കുക. ശരി, ആദ്യം പോലെ എന്തോ സാറ് എന്ത് പറഞ്ഞു? കൈ കൊണ്ടും കാലും കൊണ്ടും പാടുവോ?
സാറിന് കൈയും കൊണ്ടും കാലും കൊണ്ടും പാടാൻ അറിയാന്ന് പറയാം. ഈ പ്രജിൻ സാറിന് കൈയും കൊണ്ടും കാലും കൊണ്ടും പാടാൻ. അപ്പൊ നമ്മൾ പാടി കൊടുത്താലേ അദ്ദേഹം അത് ചെയ്യത്തുള്ളൂ. ഒന്ന് നോക്കാം. 1 2 3 4 I follow Jesus. സാറേ ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഓക്കെ ആദ്യം പോലെ. അപ്പൊ 1 2 3 4 I follow Jesus every day, step by step along His way. Follow me, I hear Him say, I trust His word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. സാറേ, ഇവരുടെ ഒരു നോട്ടം കണ്ടോ? ഇത് എന്തുവാന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വേറെ ഭാഷയില്ല. അത് ശരി, അത് കൊള്ളാം. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഒന്ന് പാടി തന്നെ. എല്ലാരും കൂടെ ഒന്ന് പാടി തന്നെ പ്ലീസ്. 1 2 3 4 I will follow എന്ന് പറയണ്ട. I'll follow അത്രയും മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഫ്രം ദ ബിഗിനിംഗ് 1 2 3 4 I'll follow Jesus every day, step by step along His way. Follow me, I hear Him say, I trust His word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. All stand. ലിറിക്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പുസ്തകം താഴെ വെച്ചിട്ട് ആക്ഷൻ കാണിക്കാൻ മനസ്സോടെ എഴുന്നേൽക്കുക. ശരി, തുടങ്ങാം. Along His way, follow me, I hear Him say, I trust His word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants from me. Follow Jesus every day, step by step along His way. Follow me, I hear Him say, I trust His word, I will obey. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, live like He wants from me. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, live like He wants from me. Thank you very much. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിനെ അനുഗമിക്കുമെന്നും അവനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ചുമാണ് ഈ പാട്ട് പറയുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് അതിന്റെ അർത്ഥം കൂടെ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. നമ്മളോടൊപ്പം ഉള്ളതായ പ്രിയപ്പെട്ട ദിനേശ് അച്ഛനെ നിങ്ങൾക്ക് ഇതിനോടകം പരിചയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും അച്ഛൻ്റെ ഒരു പാട്ട് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കും. ഇൻവൈറ്റ് വെൽക്കം ദിനേശ് സലിയൻ ഇൻട്രോവേഴ്സ്. അപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിനിയും ഈ ആഴ്ച മുഴുവൻ എന്ന് വരെയാണ് നമുക്ക് ഈ കുട്ടികളുടെ യോഗം. യേശുവിന്റെ പേരെന്തുവാ? 3 പേർക്ക് പേരിട്ടതാ. അതുകൊണ്ട് നമുക്കും പേരിടാൻ എടുക്കാൻ ഞങ്ങൾക്കൊരു പേര്. ഈ പ്രാവശ്യം നമ്മൾ ഫ്ലൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ആഴ്ച അത് മനസ്സിലാക്കും. അപ്പം ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പേരുകൾ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫോട്ടോ കണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? ഇല്ല, അവിടെ പേരില്ല. അപ്പം ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 പേര്, 2 ഫ്ലൈറ്റിന്റെ പേര് തരാൻ പോവാണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിന്റെ പേര് പറയാം. ഈ എമിറേറ്റ്സ്. അപ്പം ബോയ്സ് ആണത് ഏറ്റവും സൗണ്ടിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് എമിറേറ്റ്സ് എന്ന പേര് തരാൻ പോകുന്നു. ഒന്ന് ക്ലാപ്പ് ചെയ്യും പിള്ളേരെ. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഫ്ലൈറ്റിന്റെ പേര് ദൈവത്തിന് സ്തോത്രം. ഓക്കെ, എത്തിക്സോ
അല്ല, എത്തിഹാദ്. എത്തിഹാദ് എന്നാണ് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്. ഒന്ന് പറഞ്ഞേ, ആരാ? കേട്ടില്ല. ആ, അപ്പൊ എമിറേറ്റ്സ് ആൻഡ് എത്തിഹാദ്. ഓക്കെ, പോയിന്റ് ഇട്ട് തുടങ്ങിക്കോ. പോയിന്റ് മാൻ. ആ, All right. Good morning, everybody. How are you all? Happy? Oh, you just came because your parents told, oh, in Kuttupetal start on. Everybody has to go. Huh? ഹലോ, അതിന് വേണ്ടി വേണ്ടതാ. നിങ്ങൾ ഇവിടെ വന്നത് പപ്പ മമ്മി പറഞ്ഞുകൊണ്ടാണോ കുട്ടിപ്പന്തലിലോട്ട് പോവാൻ? അതിനുവേണ്ടിയാണോ വന്നേ? അല്ല. So, then why you have come? എന്തിനാ വന്നേ? Huh? I can't hear you. Did you have breakfast? കഴിച്ചോ? കഴിച്ചോ? Yeah. Oh, that's the reason. Yeah. Okay. Okay. Don't worry. First we'll have spiritual food. Okay. ബൈബിളിന്റെ കുറച്ച് ഭക്ഷണം നമ്മളൊന്ന് കഴിക്കും. ആത്മീയ ഭക്ഷണം കഴിച്ചിട്ട് Then you go home or to school and have your physical food. വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ശരിക്കുള്ള ഭക്ഷണം കഴിക്കാം. മറ്റേ ഭക്ഷണം, ഫിസിക്കൽ ഭക്ഷണം. Okay. So now we gave names, right? ഇപ്പൊ പേര് തന്നല്ലോ. What is your name? നിങ്ങളുടെ പേരെന്ന് Can you have it louder? ഉറക്കെ പറഞ്ഞു. I can't hear you. You want to see how boys are louder? ബോയ്സ് എങ്ങനെയാ പറയുന്നത്? Okay, boys. One more time, boys. Look at that. Okay, girls, let's see. ഉറക്കെ പറഞ്ഞു. Okay, you're getting there. Don't worry. All right, this is just the first day. You're just warming up, right? ആദ്യത്തെ ദിവസം ആയോണ്ടാ നിങ്ങൾ ഇച്ചിരി പതുക്കെ പറയുന്നത്. Before we go into the song, പാട്ടിലേക്ക് പോകുന്നതിനെക്കാട്ട് മുമ്പ് can we play a game? ഒരു ഗെയിം കളിക്കാം. Yes. Are you ready? റെഡിയാണോ? Now, the game will come on the screen, okay? ഗെയിം സ്ക്രീനിലോട്ട് വരുമേ. And if I ask questions to the girls, ഞാൻ ഗേൾസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ if the boys answer, ബോയ്സ് അതിന്റെ ഉത്തരം പറയുന്നെങ്കിൽ the girls will get the points. ഗേൾസിന് പോയിന്റ്സ് കിട്ടാൻ പോകുന്നത്. Okay. So boys, when a question is asked to the girls, ബോയ്സ് ക്വസ്റ്റ്യൻസ് ഗേൾസിനോട് ചോദിക്കുമ്പോൾ zip your lip. ഇവിടെ വാങ്ങടക്കണം. Same goes with them. If a question is asked to the boys, അതുപോലെ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ and if the girls are excited and they shout the answer, ഗേൾസ് ഉത്തരം പറയുന്നുവെങ്കിൽ പോയിന്റ്സ് ആർക്കാ പോകുന്നത്? ബോയ്സ്. so when a question is asked to Etihad will only answer, okay? എത്തിഹാദിനോട് ചോദിക്കുന്ന ചോദ്യം ഉത്തരം ആരാ പറയണ്ടേ? എത്തിഹാദ്. Okay, all right. And when a question asked to the Emirates, only Emirates, okay? Let's see quickly. Let's go. Okay. Now, on screen, you will have some names from the Bible character. ഓക്കെ, ചില ബൈബിളിൽ Are you able നിന്ന് to see the ചിലരുടെ screen? പേര് വരുമേ. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കിക്കോ. പോയിന്റ്സ് ഉണ്ട്. So, who's taking the points? ആരാ പോയിന്റ്സ് എടുക്കുന്നത്? Somebody has to take the points. Okay.
മോനെ, നിന്നെ ഞാൻ ശ്രദ്ധിക്കുക. ഇത്രയും വേഗത്തിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ നീ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു, ഒരു പ്രശ്നവുമില്ല, പേടിയായിട്ട് ഭയമായിട്ട് ഒന്നുമില്ലായിരുന്നു. എന്താ നീ ഇങ്ങനെ? പപ്പ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനിങ്ങനെ പേടിക്കുന്നേ. പപ്പ എന്റെ കൈ എപ്പോഴും എന്റെ കൂടെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേടിക്കാതിരിക്കുന്നത്. We are also in a journey. നമ്മളും ഒരു യാത്രയിലാണ്. And we are going to look at a journey for the next 6 days. ഈ 6 ദിവസവും നമ്മൾ ഒരു യാത്രയാ കാണാൻ പോകുന്നത്. And this is all a journey of our lives. നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. Okay. Before we look into our journey, നമ്മുടെ യാത്രയിൽ നോക്കുന്നതിനെക്കാട്ടും മുമ്പ് we are going to look at some famous journeys that happened in the past. പണ്ട് നടന്ന പല യാത്രകൾ നമ്മളൊന്ന് പെട്ടെന്ന് നോക്കാൻ പോകും. The first journey, we all know about it. What is this? ഇതാണ് ഏത്? Neil Armstrong. Everybody know that journey towards moon. മൂന്നിലേക്ക് പോയത് അല്ലെ, ചന്ദ്രനിലേക്ക് പോയ And this is യാത്ര. what he's mentioned. ഇതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. It suddenly struck me that petty, teeny, tiny, little was the earth. ചന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ And he also ഭൂമി ഒരു said- ചെറിയ ഒരു കുരുവിന്റെ കൂട്ടായിരുന്നു. He closed his left eye and അദ്ദേഹത്തിന്റെ raised കണ്ണ് his thumb towards the earth. അദ്ദേഹത്തിന്റെ തള്ളവിരല് ഇങ്ങനെ ഏർത്തിലേക്ക് He could blot ഭൂമിയിലേക്ക്, out the whole earth with his thumb. ആ ഭൂമി മൊത്തം അദ്ദേഹത്തിന്റെ കൈയിനകത്ത് വരുന്നത് പോലെ And തോന്നി. he said, I didn't feel big. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ സമയത്ത് ഒരു ഭീമനായിട്ട് തോന്നിയില്ല, വലുതായിട്ട് I തോന്നിയില്ല, felt very little. അന്നേരം ഞാൻ അങ്ങ് ചെറുതായിട്ട്. But here, as we live on earth, പക്ഷെ ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ I think I'm great. ഞാൻ വിചാരിക്കുന്നു ഞാനൊരു വലിയ I am ആളാണ്, the best. ഞാൻ ഏറ്റവും ബെസ്റ്റ്, Nobody's like me. എന്റെ കൂട്ടാരുമില്ല. But when we understand the earth is a mote of dust, പക്ഷേ ഈ ഭൂമി ഒരു ചെറിയ ഒരു പൊടി മാത്രം എന്ന് മനസ്സിലാക്കുമ്പോൾ, and now next is Roald Amundsen, who reached the South Pole, the first man to reach the South Pole. റോൾഡ് ആമൻസൺ ഇദ്ദേഹം സൗത്ത് പോളിലേക്ക് You need to pay attention because I'm going to ask questions, quiz. Okay. ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. അപ്പം ഈ ഡേറ്റ്സ് എല്ലാം So പേരെല്ലാം Etihad, ഓർക്കണേ. Emirates, you need to pay attention. Right. The next one is Tenzing and Hillary, the first men who climbed Mount Everest, the highest peak. എവറസ്റ്റിലേക്ക് ഏറ്റവും ഉയർന്ന മലയിലേക്ക് കയറിയ ടെൻസിംഗ് ആൻഡ് ഹിലറിയെ കുറിച്ച് അവരുടെ ഒരു യാത്ര നമ്മൾ കണ്ടു. Then Ferdinand Magellan, പിന്നെ ഫെർഡിനൻഡ് മാഗലൻ എന്ന് he പറഞ്ഞ and his ഒരാൾ, team അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറെ were the കൂട്ടുകാരും first one to do the circumnavigation of the earth. ആ ഭൂമിയുടെ ചുറ്റും സഞ്ചരിക്കാനുള്ള യാത്ര ആദ്യം തുടങ്ങിയത് അവരാ. But in this journey, പക്ഷെ ഈ ഒരു യാത്രയില് somewhere down the line, എവിടെയോ ഇടയ്ക്കോ Sir Ferdinand passed away. സർ ഫെർഡിനൻഡ് മരണപ്പെട്ടു. But the journey continued. പക്ഷേ ആ യാത്ര തുടർന്നു. His team continued that journey. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ആ യാത്ര തുടങ്ങി. This is ഇത് where it over. reached ഇത് എവിടെയാ പോയെ? Mars. മാർസ് Yes. അല്ലേ? It also had a journey. അതിനും ഒരു യാത്ര ഉണ്ടായിരുന്നു. You know, journey
Life is a beautiful journey. ജീവിതം ഒരു മനോഹരമായ യാത്രയാണ്. Somebody said like this, life is a beautiful journey ആരോ പറഞ്ഞിട്ടുണ്ട്, for those who are willing to learn how to live and to love. ജീവിക്കുവാനും സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ യാത്ര, ജീവിതം എന്ന യാത്ര ശരിക്കും എൻജോയ് ചെയ്യും, ഇഷ്ടപ്പെടും. And we are also going to have a journey of life. നമ്മളും ഒരു യാത്ര You തുടങ്ങാൻ പോവാ. as an individual are at a journey of life wherever you are. നിങ്ങൾ ഓരോ വ്യക്തി, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. We are also following a journey. നമ്മളും ഒരു യാത്രയാ ഇതിൽ തുടരുന്നത്. Can you see what is this? ഇതെന്തുവാ എഴുതിയിരിക്കുന്നേ? MA. This is the name of the flight. ഇതാ ഫ്ലൈറ്റിന്റെ, വിമാനത്തിന്റെ പേരിതാ MA419. And this is the theme of the Kottipandal. ഈ കുട്ടിപ്പന്തലിന്റെ തീം, വിഷയം ഇത് തന്നെയാ. Can anybody tell me what that could be? അതെന്തായിരിക്കും എന്ന് പറയാമോ? Huh? What is MA? മത്തായി. Oh wow, excellent. മത്തായി 4:19. Correct. Matthew 4:19. 10 points to the boy, Emirates. 10 മാർക്ക് Emirates. Right, Matthew 4:19. മത്തായി സുവിശേഷം 4-ാം അധ്യായം And it 19-ാമത്തെ. അത് പറയുന്നു, Follow me, എന്നെ അനുഗമിക്കുക, I will make you ഞാൻ നിങ്ങളെ fishers of men. മനുഷ്യരെ പിടിക്കുന്നവരാക്കും. Okay, now when you go into that, how many of you have flown in an aeroplane? എത്ര പേര് എയർപ്ലെയിനിൽ കയറിയിട്ടുണ്ട്? പ്ലെയിനിൽ കയറിയിട്ടുണ്ട്? Okay, Oh. some of you are going to do in the future, don't worry. ഇനി ബാക്കി എല്ലാരും ഇനി ഭാവിയിൽ നിങ്ങളും പോകും. Okay, right? Okay. Now, when you enter an airport, this is the first sign that you receive. എയർപോർട്ടിലേക്ക് നമ്മൾ കയറുന്ന ഉടനെ നമ്മൾ കാണുന്ന എന്തുവാ? സ്വാഗതം. Like, അല്ലേ? welcome to യാത്രയ്ക്ക് Mumbai സ്വാഗതം. International Airport. മുംബൈയിലേക്ക് സ്വാഗതം. Welcome to the Cochin International Airport. കൊച്ചി വിമാന അല്ലേ? Means they are International welcoming യാത്രയ്ക്ക്. you to come in this journey. എല്ലാരും സ്വാഗതം ചെയ്യുക. And there are various signs that diverts you to wherever you have to go. അവിടെ കയറുന്ന ഉടനെ പല സൈൻ ബോർഡ് നമ്മൾ കാണാറുണ്ട് അല്ലേ? നമ്മളെ സൂചന It അല്ലേ? becomes easy for you to go wherever you have to go. എവിടെ പോണോ അത് നമുക്ക് എളുപ്പമാക്കി തീർക്കുന്നു. But quickly, in just 3 minutes, I'm going to finish it off so that you are not late to school. ഓക്കെ, സ്കൂളിലേക്ക് ലേറ്റ് ആകാതിരിക്കാൻ 3 മിനിറ്റിനകം ഈ കഥ We എല്ലാം are going to പറഞ്ഞിരിക്കും. look at how it will be walking with God. ദൈവത്തോടുള്ള ഈ യാത്ര എങ്ങനെയായിരിക്കും നമ്മൾ നോക്കാൻ പോവാ. Ready? As we look into this theme which calls, Follow me and I will make you fishers of men. ഈ തീമിനെ നമ്മൾ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. When Jesus called Peter and Andrew and all the other disciples. പത്രോസിനെയും അന്ത്രയോസിനെയും ബാക്കി ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഇതാ പറഞ്ഞു. Okay, how many of you are afraid of darkness? എത്ര പേർക്ക് ഇരുട്ട് പേടിയാ? ഇരുട്ട് ഇഷ്ടമാണ്. Yeah, I know. Everybody, most of them, yeah. All right. Then how many of you are afraid of the heights? ഉയരങ്ങളിലേക്ക് കയറുന്ന ആർക്ക് yes. പേടിയുണ്ട്? I പേടിയുണ്ട്. know. That's true. How many of you are afraid of the insects? ഈച്ച. There's an insect there. Yeah. How many of you are afraid of strange people? പരിചയമില്ലാത്തവരെ കണ്ട് പേടിയുണ്ടോ? Yes. How many of you are afraid of getting bullied in your school? എന്നെ കളിയാക്കുന്ന, അത് ആർക്കൊക്കെ പേടിയുണ്ട്? അവരെന്നെ കളിയാക്കും. Okay. Look at this roller coaster ride. Look at the girl. Expression of that girl. കണ്ടോ അതില് സഞ്ചരിക്കുന്ന റോളർ കോസ്റ്റർ? Yes. Right? It scares you. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പേടി വരും. How many of you are afraid of the creepy things in your home, in the walls of your home? ഇങ്ങനെ പോകുന്ന ഈ സാധനത്തെ ആർക്കൊക്കെയാ പേടി? Yes. പല്ലി. Yes. So many of us, eh? How many of you are afraid of a flight journey? Whoever has gone in the flight. എത്ര പേര്? Just imagine. യാത്ര നിങ്ങൾക്ക് പേടിയാണോ? 35,000 feet. എത്ര ഉയരമാ? If anything goes wrong, എന്തെങ്കിലും തെറ്റിപ്പോയാലോ? boom. Nothing. ഒന്നും ബാക്കി വരും. But we are going to learn about a journey പക്ഷെ നമ്മൾ ഒരു യാത്ര കാണാൻ പോകുന്നു. that will not have fear. Because why? ആ യാത്രയിൽ ഭയമില്ല. കാരണം Because why? As the boy mentioned, Ah, my father was with me. എന്റെ അപ്പൻ, എന്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. I don't know what is your fear.
നിങ്ങളുടെ ഭയം എന്താന്ന് എനിക്കറിയില്ല. But in the garden, പക്ഷേ ആ ഒരു ഗാർഡനില് when God began the journey, ദൈവം ആ യാത്ര തുടങ്ങിയപ്പോൾ there was no fear. അവിടെ ഒരു ഭയവും ഇല്ലായിരുന്നു. All the creatures lived together. എല്ലാ ജീവജന്തുക്കൾ സന്തോഷത്തോടു കൂടിയാ ജീവിച്ചത്. The lions and the deers സിംഹം. all were together. സിംഹം, പാമ്പ്, They all together. എല്ലാം ഒന്നിച്ച്. ആന, All were together. എല്ലാം ഒന്നിച്ച്. No fear. ഒരു ഭയമില്ല. Now if the lion roars, ഇപ്പം സിംഹം ഗർജിക്കും. ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ ഓടും അല്ലേ? you run away നമ്മൾ ഓടിപ്പോകും. because there is fear. കാരണം But in this ഭയമുണ്ട്. garden there were no fear. പക്ഷേ ഈ ഒരു ഉദ്യാനത്തിൽ ഗാർഡനിൽ ഒരു ഭയമില്ല. If at all there was a fear, എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ that says in Proverbs 9:10, സദൃശ്യവാക്യം the 9:10 fear of the Lord was the only fear. അവർക്ക് ആകെ ഒരു ഭയമേ ഉള്ളൂ, ദൈവത്തെ ഉള്ള ഭയം. Because God was walking with them. കാരണം ദൈവം അവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. And God said, I am going to walk with you in this journey. അപ്പൊ ദൈവം പറയുന്നത് നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. We all know the Adam and Eve story. നമുക്ക് ആദാം ഹൗവയുടെ കഥ I'm അറിയാലോ not അല്ലേ? going to tell you anything extra. ഞാൻ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. But the important aspect of God walking with us. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയും. ദൈവം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാര്യം. Walking with God ദൈവത്തോടൊപ്പം in this journey of your life. ഈ യാത്രയില് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ Now God created everything, right? ദൈവം എല്ലാം ഉണ്ടാക്കിയല്ലേ അല്ലേ? And God said, okay, Adam and Eve, take it over and have the luxury and the pleasure of everything that I've created. ആദാം ഹവ്വ എന്ത് വേണേലും നിങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വിട്ടു തന്നിരിക്കുന്നു. Now I want to ask you one question. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാ. റെഡി? I create some things with so much of efforts. ഞാന് എന്തെങ്കിലും ഒരുപാട് മനസ്സ് വെച്ച് എന്തെങ്കിലും സൃഷ്ടിച്ചാല് I put my sweat, I put my blood, I put my hard work, efforts, everything. ഞാൻ കഷ്ടപ്പെട്ട് ആ സാധനം ഉണ്ടാക്കി എങ്കിൽ And now I tell Kochama, you take it over and you continue. എന്നിട്ട് ഞാൻ പറയും കൊച്ചമ്മ അതങ്ങ് എടുത്തു, അങ്ങ് ബാക്കിയെല്ലാം കൊച്ചമ്മ അങ്ങ് ചെയ്തു. Would it be easy for me to give it to her? അത് എളുപ്പമാണോ കൊച്ചമ്മയ്ക്ക് കൊടുക്കുന്നത്? എളുപ്പമാണോ? ആണോ? ആണ്. Yes or no? നോ. Why? വൈ? എന്താ പ്രയാസം? Yeah, because I put my effort into it. കാരണം ഞാൻ എന്റെ ഫുൾ സ്ട്രെങ്ത് അതിൽ. But here is a God. പക്ഷെ ഇവിടെ ഒരു ദൈവമുണ്ട്. He says, Adam, ആദാമേ, I give you the authority over everything. ഇതെല്ലാം ഉപയോഗിക്കാൻ ഞാൻ നിനക്ക് ബലം, ശക്തിയാ, എല്ലാം, Absolutely everything. എല്ലാം കഴിവും. എന്താ പറയുന്നത്? Nothing God held back. ഒന്നും അദ്ദേഹം മുഴുവനായിട്ട് നീ അങ്ങ് Everything. ഉപയോഗിച്ചു. Can you imagine everything? എല്ലാം ഉപയോഗിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. Just that one tree that is between the garden. പക്ഷെ അവിടെ നിൽക്കുന്ന ആ ഒരു മരം, അത് മാത്രം എടുക്കും. Where the boy is leaning. ആ പയ്യൻ അവിടെ ചാരി കിടക്കുന്ന ആ മരമേ, That അത് tree. ആ മരത്തിൽ നിന്ന് കഴിക്കല്ലേ. Don't eat of that tree. അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല. Don't eat of that. അത് കഴിക്കരുത്. Just that one instruction, please, Adam, please follow. Huh? Okay, ഒരു okay, one. ഇൻസ്ട്രക്ഷൻ അല്ലേ? ഒരു കാര്യം മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ, അത് മാത്രമേ. But we are like Adam. പക്ഷേ നമ്മൾ ആദാമിന്റെ കൂട്ടം. That one thing we are told not to do. ആ ഒരു കാര്യം നമ്മളോട് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ One time, only one time. I'll try. Oh, please, ഒരു one, പ്രാവശ്യം. only. ഒരു പ്രാവശ്യം ഞാനൊന്ന് എടുത്തു. No, I told you no. പക്ഷെ നോ, അത് ചെയ്യാൻ പാടില്ല. You all know what have you been told no to. നിങ്ങൾക്കറിയാല്ലേ, ചെയ്യണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ. And that's exactly God said. അത് തന്നെ ദൈവം പറഞ്ഞത്. Until we all know what happened. എന്നിട്ട് എന്താ സംഭവിച്ചേ? The snake. ഈ പാമ്പ്, And then eating the fruit. പാമ്പ് വരുന്നു, അവര് ഫലം കഴിക്കുന്നു. And then after that, അത് കഴിഞ്ഞിട്ട് suddenly പെട്ടെന്ന് they are afraid. പെട്ടെന്ന് അവർക്ക് ഭയമുണ്ടാകും. Where did that fear come ആ from? ഭയം എവിടെ നിന്നാ ഉണ്ടായേ? In this beautiful journey of life. ഈ നല്ല മനോഹരമായ യാത്രയിൽ But God said, I am with you. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ യാത്രയിൽ എപ്പോഴാ ഭയം ഉണ്ടായേ? Hey, how did that fear come from? അതെങ്ങനെയാ വന്നേ?
ഈ ഭയം എങ്ങനെയാ വന്നത്? Genesis chapter 3 verse 10 says, ഉൽപ്പത്തി പുസ്തകം 3:10 Adam പറയുന്നു. says, I was afraid. ആദാം പറയുന്നു, അയ്യോ ഞാൻ ഭയപ്പെട്ടു. And God says, why are you afraid? Did you? ദൈവം പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നേ? നീ അത് We all know what happened. എന്ത് What സംഭവിച്ചു? was the source of fear? ആ ഭയത്തിന്റെ കാരണം എന്തായിരുന്നു? Oh well, we all know. The നമുക്കറിയാം. first thing that happened was the blame game began. അല്ല, അവരങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. The woman you gave me, ആ സ്ത്രീ എനിക്ക് തന്നത് അവരാ എന്നെ എങ്ങനെ. and the woman said, the serpent. സ്ത്രീ പറഞ്ഞു, ആ പാമ്പല്ലേ The ദൈവം blame game ഉണ്ടാക്കിയത്. started there. അങ്ങനെ അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. Just as you saw in this bus journey, the driver was blamed. ആ യാത്രയിൽ കണ്ടില്ലേ, ആ ഡ്രൈവർ എന്തുവാ ഇങ്ങനെ എന്തിനാ ഓടിക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ? We don't know the mindset of the driver, what he has come from. ഡ്രൈവറിന്റെ മനസ്സിലെ ഭാരം പ്രയാസം നമുക്ക് അറിയുന്നില്ല, പക്ഷെ നമ്മള് കുറ്റപ്പെടുത്തുന്നു. But it is easy for us to blame anybody. ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താൻ എളുപ്പമാ പ്രിയരെ. What did this fear do? ഈ ഭയം എന്തോ ചെയ്തത്? It brought shame. അവർക്ക് നാണക്കേടുണ്ടാക്കി. They disobeyed. അവര് അനുസരിച്ചില്ല. They blamed one another. ഓരോരുത്തരെ അവര് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. They became selfish. അവരങ്ങ് സ്വാർത്ഥരായി തീർന്നു. They were hiding. അവരങ്ങ് ഒളിച്ചിരിക്കുകയായിരുന്നു. They lost the God-given image. ദൈവം നൽകിയ ആ ഒരു സ്വരൂപം അവർ നഷ്ടപ്പെട്ടു. In this beautiful journey that God began, walking hand in hand with them, ഈ മനോഹരമായ ജേർണി യാത്രയില് ദൈവം അവരോടൊപ്പം സഞ്ചരിച്ച ഈ all things യാത്രയിൽ God added. എല്ലാം കൂട്ടിച്ചേർത്ത് വന്നു. God did not intend all these things ഇതൊന്നും ദൈവം ആഗ്രഹിച്ചതല്ല. because of that one act. ഒരു കാരണത്താല് ഇതെല്ലാം അവരോട് ചേർന്ന് വന്നു. But you know what? പക്ഷെ എന്താണെന്നറിയാം? God said, ദൈവം പറഞ്ഞു, I know you did wrong, നീ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. but I will still walk with you in this journey. പക്ഷെ എങ്കിലും ഞാൻ നിന്നോടൊപ്പം സഞ്ചരിക്കും ഈ You know why? യാത്രയിൽ. കാരണം I'll still love you. ഞാൻ നിന്നെ സ്നേഹിക്കും. In this day, ഈ ഒരു ദിവസം when you go to school, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, when you play, കളിക്കുമ്പോൾ, when you go home, വീട്ടിൽ പോകുമ്പോൾ, or do anything, എന്തെങ്കിലും ചെയ്താൽ remember ഓർക്കുക, what wrong you do, ഏത് തെറ്റ് ചെയ്താലും, what mistakes you commit, ഏത് തെറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്താലും God still loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. And God said, I still care for you. ഞാൻ നിന്നെ കരുതുന്നു. ആ ദൈവം You ഇപ്പോൾ have പറയുന്നു. done wrong, but still, God said, I'll still care for you. തെറ്റിപ്പോയി എനിക്ക് അറിയാം, എങ്കിലും ഞാൻ നിന്നെ And സ്നേഹിക്കും. God said, I will still provide for you. ഞാൻ ഇപ്പം വേണമെങ്കിൽ എല്ലാം നൽകി തരാം. And I still have a plan for you. നിനക്ക് വേണ്ടി ഒരു പദ്ധതി എനിക്കുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. You disobeyed me നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല in this journey, ഈ ഒരു യാത്രയിൽ, but തെറ്റിപ്പോയി. still, I love you. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, I care for you. ഞാൻ നിന്നെ കരുതുന്നു, I'll provide you. എല്ലാം ഞാൻ നൽകി തരും. I have a plan for you. നിനക്ക് വേണ്ടി ഒരു പ്ലാൻ, For ഒരു I പദ്ധതി am your creator. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ ചെയ്യും. And in this next 5 days, what you're going to have ഈ from 5 tomorrow, ദിവസങ്ങൾ നാളെ മുതൽ remember, ഓർക്കുക, this journey is going to be an exciting adventure. നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായിരിക്കും. We have its time of celebration and challenges. ഈ അന്ന് സന്തോഷവുമുണ്ട് യാത്രയിൽ, പിന്നെ ആ യാത്രയിൽ വരുന്ന ബുദ്ധിമുട്ടും നമ്മൾ And നോക്കും. remember, ഓർക്കുക, you are the most important person in this journey. ഈ യാത്രയിൽ നിങ്ങളാണ് ഏറ്റവും മഹത്വപൂർണമായ ഒരു വ്യക്തി. And your creator God will accompany you in this journey. ഈ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങളോടൊപ്പം ഈ യാത്രയിലുണ്ടായി. You can depend on his promises. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് ശരണപ്പെടാം. ഓക്കെ, And that's what വിശ്വസിക്കാം. the verse which says today. ആ വാക്യമാണ് ഐശയ 41 Isaiah 41 verse 10. 10. It says, fear not, ഭയപ്പെടേണ്ട, for I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. Be not dismayed. Be not dismayed. നിരാശപ്പെടേണ്ട, അല്ലേ? For I am your God. ഞാൻ നിന്റെ ദൈവമാകുന്നു. I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കും. Yes, I will help you. ഞാൻ നിന്നെ സഹായിക്കും. I will uphold you ഞാൻ നിന്നെ എന്റെ വലം കൈകൊണ്ട്, with my righteous hand. എന്റെ വലം കൈകൊണ്ട് നിന്നെ താങ്ങും. That's the promise of God. അതാ ദൈവത്തിന്റെ ഒരു പ്രോമിസ്. And that's what I want you to take from here today. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ
ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. Can you repeat after me? ഇത് റിപ്പീറ്റ് ചെയ്യാമോ? Fear not, Fear not, for I am with you. for I am with you. Be not dismayed, Be not dismayed, for I am your God. for I am your God. I will strengthen you. I will strengthen you. Yes, I will help you. Yes, I will help you. I will uphold you I will uphold you with my righteous right hand. with my righteous right hand. Isaiah 41 verse 10. Isaiah 41 verse 10. Can we just close in prayer? പ്രാർത്ഥിക്കാം. Yeah. കണ്ണുകളടയ്ക്കാം. Before we pray also, there is a prayer that this Kuti is going to make. എന്താ ഈ മോളാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ണടയ്ക്കാം. O Lord, our heavenly gracious Father, we thank you for this day that you have given us. We thank you for this Kuti Pandal session of this year's Maraman Convention. We thank you for the gift of life. Lord, please be with all those who are leading today's session. Be with us as we learn songs, stories, and memory verses. Help us to see your face through these sessions. Today, we specifically pray for our country, India. We pray for the leaders of our country. Lord, give them the wisdom for good governance and to permit freedom of gospel in all parts of our country, India. Once again, we pray that you will be in our midst today. In Jesus' precious name I pray, Amen. Thank you. Can you help me to round of applause for her? What's your name? Evelyn. Evelyn, yes. Girls get 10 points. Okay. So every day we will have a prayer point. Today's prayer point was praying for India, for the leadership of India, and whatever she prayed for. Okay. Every day there will be a prayer point, and every day one of you will come here. എല്ലാ And ദിവസവും നിങ്ങളിൽ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. all right. ഓക്കെ. കൂട്ടുകാരെ, ഇന്നത്തെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? അയ്യോ, എന്നിട്ടൊന്ന് കൈയടിച്ചില്ലല്ലോ. നന്നായിട്ട് കൈയടിച്ചേ. ഇന്നത്തെ പാട്ട് ഇഷ്ടപ്പെട്ടോ? സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ നാളെയും നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇതുപോലെ തന്നെയുള്ള പ്രോഗ്രാംസ് അല്ല, നാളെ വേറെയാണ് പ്രോഗ്രാം. നാളത്തെ പാട്ട് വേറെ, കഥ വേറെ, മെമ്മറി വേഴ്സസ് വേറെ ഉണ്ട്. കൃത്യമായിട്ട് എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ വരണം. 7:15 ആകുമ്പോൾ വന്നാൽ നമുക്ക് നേരത്തെ പാട്ടൊക്കെ തുടങ്ങാം. സോങ് ബുക്ക് ഉണ്ട്, 20 rupees വില. അതുകൊണ്ട് മറ്റ് പ്രാർത്ഥനയും ആശീർവാദം കഴിയാതെ ആരും എഴുന്നേക്കരുത്. ഇപ്പോൾ നമ്മൾ പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം മാത്രമേ എഴുന്നേക്കാം. ഓക്കെ. കൂട്ടരെ ക്രിസ്തുവിൽ സത്യം വഴി നടന്നിടാൻ വന്നിടും. കൈകൾ കോർത്തു പോയിടാം, കർത്തനേൽപ്പിച്ചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. കൈകൾ കോർത്തു പോയിടാം, കർത്തനേൽപ്പിച്ചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. മക്കളെ, ദയവായിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ പ്ലീസ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ആരും നേരത്തെ പോകരുത്. വചനമെന്ന ബലമേറും പാൽ കുടിച്ചിടിൻ, പ്രാർത്ഥനയിൽ നാൾതോറും ജാഗരിച്ചിടിൻ. വചനമെന്ന ബലമേറും പാൽ കുടിച്ചിടിൻ, പ്രാർത്ഥനയിൽ നാൾതോറും ജാഗരിച്ചിടിൻ. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം, ബിരുദു പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം, ബിരുദ പ്രാപിച്ചെന്നും നാം തിളങ്ങിടാം. ബഹുമാനപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മാരാമൻ കൺവെൻഷന്റെ ഈ
കുറ്റിപ്പന്തലിൻ്റെ ഒന്നാമത്തെ ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് എൻ്റെ സന്ധ്യയിലും വരുവാൻ അവിടെ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. പിതാവേയും തലമുറകളിലേക്ക് പാരപ്പെടുന്നതായ നിന്നുള്ള വിശ്വാസം ഈ മണൽപ്പരപ്പിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ പകർന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഓർത്ത് നൽകിയ സീസം പ്രവർത്തകരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാളെ ഞങ്ങൾ വീണ്ടും ഈ മണൽപ്പരപ്പിൽ ചേർന്ന് വരുന്നവരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും പരിപാലിക്കണമേ. ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ ഞങ്ങളുടെ ജീവിതകാലം എല്ലാമായിരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വഴി നടത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ. കർത്താവിന്റെ നന്മയും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു. നാളെ